നമസ്കാരം. നമസ്തേ. സ്പേസ് എക്സിനും ചൈനയ്ക്കും മാത്രമുള്ള മെത്രോക്സ് റോക്കറ്റ് എഞ്ചിൻ ഇന്ത്യയും ഉണ്ടാക്കുന്നു എന്നുള്ള തരത്തിലുള്ള വാർത്തകൾ വരുന്നുണ്ട്. നമുക്കറിയാം നിലവിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ISRO കൃത്യമായിട്ട് ഉപയോഗിക്കുന്ന ക്രയോജനിക് എഞ്ചിനുകളുണ്ട്. അപ്പം ഇത്തരത്തിലുള്ള ക്രയോജനിക് എഞ്ചിനും ഇത്തരത്തിലുള്ള മെത്തലോക്സ് എഞ്ചിനും വരുമ്പം എന്താണ് ഇതിൻ്റെ പ്രത്യേകത എന്നുള്ളത് എല്ലാവരും വളരെ ആകാംക്ഷത്തോടെ കാത്തിരിക്കുന്ന ഒന്നാണ്. മാത്രമല്ല ഇതൊരു പുനരുപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണെന്ന് പറയുന്നുണ്ട്. അപ്പം ഇതിൻ്റെയൊക്കെ യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഒരു സത്യാവസ്ഥ എന്താണ്? ആവിയുടെ റോക്കറ്റ് എഞ്ചിനാണ് മീഥൈൻ ഫ്യൂവൽ റോക്കറ്റ് എഞ്ചിൻ. ആ മീഥൈൻ ഫ്യൂവൽ റോക്കറ്റ് എഞ്ചിന് പറയുന്ന പേരാണ് മെത്തലോക്സ്. മെത്തലോക്സ് എന്ന് പറഞ്ഞാൽ മീഥൈൻ പ്ലസ് ലിക്വിഡ് ഓക്സിജൻ. ഇത് രണ്ട് വാക്കുകളൂടെ ചേരുമ്പോഴാണ് മീഥൈൻ ലിക്വിഡ് ഓക്സിജൻ മെത്തലോക്സ് എന്ന വാക്കുണ്ടാകുന്നത്. ഇത് യഥാർത്ഥത്തിൽ ഇതും ഒരു ക്രയോജനിക് എഞ്ചിനാണ്. നമ്മളിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ക്രയോജനിക് എഞ്ചിന് ലിക്വിഡ് ഹൈഡ്രജനും ലിക്വിഡ് ഓക്സിജനുമാണ്. അതിൽ ഹൈഡ്രജൻ ഫ്യൂവൽ ആണ്, ഓക്സിജൻ ഓക്സിഡൈസർ ആണ്. ഇവിടെ ആ ഹൈഡ്രജന്റെ സ്ഥാനത്ത് മീഥൈന് ഫ്യൂവൽ ആണ്, ഓക്സിജൻ ആണ് ഓക്സിഡൈസർ. അപ്പൊ ഇതും ഈ രണ്ട് വാതകങ്ങളും ക്രയോജനിക് എന്ന് പറഞ്ഞാൽ ഏറ്റവും കുറഞ്ഞ ടെമ്പറേച്ചർ -160 -170 ഒക്കെ സൂക്ഷിക്കണം. ആ സൂക്ഷിക്കുന്ന ക്രയോജനിക് ടാങ്കുകളുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു എഞ്ചിനാണ് ഈ മെത്തലോക്സ് എഞ്ചിൻ. ഫവാസ് സൂചിപ്പിച്ചതുപോലെ ഇത് ലോകത്തില് ഇപ്പോ സ്പേസ് എക്സിനും ചൈനയ്ക്കും മാത്രമുള്ള റോക്കറ്റ് എഞ്ചിനാണ്. സ്പേസ് എക്സിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട റോക്കറ്റാണ് സ്റ്റാർഷിപ്പ്. ആ സ്റ്റാർഷിപ്പിലാണ് അവർ സഞ്ചാരികളെ പിന്നെ ബഹിരാകാശ നിലയങ്ങളിലേക്കൊക്കെ കൊണ്ടെത്തിക്കുന്നത്. ആ സ്റ്റാർഷിപ്പ് ഉപയോഗിക്കുന്നത് റാപ്റ്റർ എന്ന എഞ്ചിനാണ്. റാപ്റ്റർ എന്ന പേരിട്ടിരിക്കുന്ന എഞ്ചിൻ. ആ എഞ്ചിൻ യഥാർത്ഥത്തിൽ മെത്തലോക്സ് എഞ്ചിനാണ്. അതായത് മീഥൈൻ ഫ്യൂവൽ പ്ലസ് ലിക്വിഡ് ഓക്സിജൻ ഉപയോഗിക്കുന്ന എഞ്ചിനാണ്. ഇത് ചൈനയും വികസിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ മൂന്നാമത് ഇത്തരം ഒരു എഞ്ചിൻ വികസിപ്പിക്കുന്നതിന്റെ തുടക്കമിട്ടിരിക്കുന്നത് ഇന്ത്യയാണ്. അതായത് ഇതിപ്പോ നിർമ്മിച്ചിരിക്കുന്നത് ആസ്ട്രോബേസ് സ്പേസ് ടെക്നോളജീസ് എന്ന സ്പേസ് മേഖലയിലെ ഒരു സ്റ്റാർട്ടപ്പാണ്. ഇത് 3D പ്രിന്റ് ചെയ്ത് ഈ എഞ്ചിൻ അവർ നിർമ്മിച്ചിട്ടുണ്ട്. ഇതിന്റെ പ്രാഥമിക പരീക്ഷണങ്ങൾ കഴിഞ്ഞു. ഇനി അടുത്തത് ഗ്രൗണ്ട് ഹോട്ട് ഫയർ ടെസ്റ്റ്. അതായത് മൊത്തത്തില് ഇതിന്റെ മുഴുവൻ പാർട്സും പരീക്ഷിക്കപ്പെടുന്ന ഒരു ടെസ്റ്റാണ് ഹോട്ട് ഫയർ. പക്ഷെ അത് ഗ്രൗണ്ടിൽ ഉറപ്പിച്ച് വെച്ചിരിക്കുന്ന ഒരു സ്ഥലത്ത് നിന്നായിരിക്കും. പിന്നീടാണ് അടുത്ത ഘട്ടങ്ങളിലേക്കൊക്കെ അത് പ്രവേശിക്കുന്നത്. അപ്പോ ഇതിന്റെ ഒരു പ്രാഥമിക ഘട്ടം കഴിഞ്ഞ് അതിന്റെ രണ്ടാമത്തെ ഘട്ടം, ഇനി ഈ രണ്ടാമത്തെ ഘട്ടവും കഴിഞ്ഞ് പിന്നെ മൂന്നാമത്തെ ഫ്ലൈറ്റ് ടെസ്റ്റും ഉണ്ട്. അപ്പൊ എങ്കിൽ മാത്രമേ അത് പൂർണ്ണമാവും. ഏതാണ്ട് 2 കൊല്ലത്തിനുള്ളിൽ അതൊക്കെ പൂർത്തിയാവും. ഈ ഒരു എഞ്ചിന് 3D പ്രിന്റിംഗ് എന്ന് പറയുന്ന ടെക്നോളജി ഉപയോഗിച്ച് ഒറ്റ പീസായിട്ട്, അതായത് ചുമ്മാതെ ഒരുപാട് ഘടകങ്ങളും പാർട്സും ഒന്നും ഇല്ലാത്ത ഒരു സിംഗിൾ പീസായിട്ടാണ് ഈ എഞ്ചിൻ നിർമ്മിച്ചിരിക്കുന്നത്. ആധുനിക കാലത്തെ ഇപ്പോൾ റോക്കറ്റ് എഞ്ചിനുകൾ ക്രയോജനിക് എഞ്ചിനും മറ്റ് ക്രയോജനിക് എഞ്ചിനും ഒക്കെ തന്നെ ഈ രീതിയിലാണ് നിർമ്മിക്കുന്നത്. അതും ഇന്ത്യയുടെ ഒരു സ്വകാര്യ കമ്പനി അഗ്നി ബാൺ എന്ന റോക്കറ്റിന് വേണ്ടിയിട്ട് അവർ നിർമ്മിച്ചിട്ടുണ്ട്. അഗ്നികുൽ സ്പേസ് എന്ന കമ്പനിയാണ് അത് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ബഹിരാകാശ രംഗത്തെ ഒരു വലിയ കുതിച്ചുചാട്ടത്തിനാണ് നമ്മൾ ഇതോടുകൂടി തയ്യാറെടുത്തിരിക്കുന്നത്. ഇപ്പോ ഈ കമ്പനി, അതായത് ആസ്ട്രോബേസ് ഇപ്പോ നിർമ്മിച്ചിരിക്കുന്ന ഈ മെത്തലോക്സ് എഞ്ചിന് 800 കിലോ ന്യൂട്ടൺ ത്രസ്റ്റ് ഉൽപ്പാദിപ്പിക്കാൻ പറ്റും എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അതായത് 80 ടൺ ആണ് ഇതിന്റെ ത്രസ്റ്റ്. ഈ 800 കിലോ ന്യൂട്ടൺ എന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ ഇന്ത്യ ഇപ്പോൾ ഉപയോഗിക്കുന്ന ഏറ്റവും ശക്തിയേറിയ ക്രയോജനിക് ഇതര എഞ്ചിനായ വികാസ് എഞ്ചിൻ, നമ്മുടെ പല എല്ലാ റോക്കറ്റുകളിലും ഈ ഘട്ടം വരെയും ഈ വികാസ് എഞ്ചിൻ ഉപയോഗിക്കുന്നുണ്ട്. സാന്ദർഭികവശാൽ ഞാനൊരു കാര്യം പറയാം. നമ്പി നാരായണന്റെ നേതൃത്വത്തിലുള്ള ടീമാണ് ഈ വികാസ് എഞ്ചിൻ വികസിപ്പിച്ചെടുത്തത്. പക്ഷെ അതിന്റെ കോർ ടെക്നോളജി ആദ്യം ഫ്രാൻസിൽ നിന്ന് നമ്മൾ വാങ്ങിക്കുകയും പിന്നീട് അത് നമ്മൾ മെച്ചപ്പെടുത്തുകയും ചെയ്തു. അതിന്റെ ശക്തി കൂട്ടി. ആ വികാസ് എഞ്ചിനും 800-820 കിലോ ന്യൂട്ടൺ ആണ്. അപ്പോൾ അത്രയും ശക്തിയുള്ള ഒരു എഞ്ചിൻ നമ്മളിപ്പോ ഉൽപ്പാദിപ്പിച്ചു അല്ലെങ്കിൽ നിർമ്മിച്ചു എന്നുള്ളത് തീർച്ചയായിട്ടും അഭിമാനകരമായ നേട്ടമാണ്. ഇപ്പോൾ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഹൈഡ്രജൻ പ്ലസ് ലിക്വിഡ് ഓക്സിജൻ ഉള്ള ക്രയോജനിക് എഞ്ചിൻ
അതിന്റെ ത്രസ്റ്റ് വെറും 200 കിലോ ന്യൂട്ടനാണ്. അത് കുറച്ചുകൂടി ഇപ്പോൾ വർദ്ധിപ്പിച്ച് ഫൈൻ ട്യൂൺ ചെയ്തിട്ട് 223 കിലോ ന്യൂട്ടൺ ആയിട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അതിന്റെ ഒരു 3 ഇരട്ടി ത്രസ്റ്റ് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു എഞ്ചിനാണ് ഇപ്പോഴത്തെ ഈ സ്വകാര്യ കമ്പനി നിർമ്മിച്ചിരിക്കുന്ന അതായത് ആസ്ട്രോബേസ് സ്പേസ് ടെക്നോളജീസ് നിർമ്മിച്ചിരിക്കുന്ന ഈ സിംഗിൾ പീസായിട്ട് നിർമ്മിച്ചിരിക്കുന്ന ഈ മെത്തലോക്സ് എഞ്ചിൻ. ഈ മെത്തലോക്സ് എഞ്ചിന് വരുംകാലത്തെ റോക്കറ്റ് എഞ്ചിൻ എന്ന് ഞാൻ പറയുമ്പോൾ അത് എന്തുകൊണ്ടാണ്? അതിശയോക്തിയാണോ, വെറും ഒരു വിശേഷണമാണോ എന്നൊക്കെയുള്ള ഒരു സംശയം നമ്മുടെ കേൾവിക്കാരുടെ ഇടയിൽ ഉണ്ടാകാം. എന്തുകൊണ്ടാണ് ഇത് വരുംകാലത്തേക്കുള്ള എഞ്ചിനാണെന്ന് ഞാൻ പറഞ്ഞത്? അതായത് ഇന്റർ പ്ലാനറ്ററി മിഷനുകളിൽ, ഗോളാന്തര യാത്രകളിൽ, ഗ്രഹാന്തര യാത്രകളിൽ ഈ എഞ്ചിനായിരിക്കും ഭാവിയിൽ ഉപയോഗിക്കാൻ പോകുന്നത്. അതെന്തുകൊണ്ടാണ്? കാരണം മീഥൈന് ചന്ദ്രനിൽ ചെന്നാലും ചൊവ്വയിൽ ചെന്നാലും മറ്റ് ശനിയിലോ വ്യാഴത്തിലോ ഒക്കെ ചെന്നാലും മീഥൈൻ അവിടെ അവൈലബിൾ ആണ്. പലയിടത്തും മീഥൈന്റെ തടാകങ്ങളും ലിക്വിഡ് മീഥൈന്റെ തടാകങ്ങളൊക്കെ ഉള്ള സ്ഥലങ്ങളുണ്ട്. അപ്പം ഈ മറ്റു ഗ്രഹങ്ങളിൽ നിന്നും ഈ മീഥൈൻ നമുക്ക് എടുക്കാം. ഒരു മീഥൈൻ റോക്കറ്റിലെ മീഥൈൻ മെത്തലോക്സ് എഞ്ചിനുള്ള റോക്കറ്റ് അവിടെ എത്തുകയാണെങ്കിൽ തിരിച്ചു വരാൻ ഇവിടുന്ന് ഫ്യൂവൽ കൊണ്ടുപോകണ്ട, ഫ്യൂവൽ ടാങ്കുമായിട്ട് പോകണ്ട, അവിടെയുള്ള മീഥൈൻ ഉപയോഗിച്ച് റീഫില്ല് ചെയ്ത് ഇത് കൊണ്ടു. അപ്പോൾ ഓക്സിജൻ മാത്രം നമ്മൾ കരുതിയാൽ മതി. അപ്പൊ അതുകൊണ്ട് തന്നെ ഫ്യൂവൽ ടാങ്കിന്റെ വലിപ്പം വളരെ കുറയ്ക്കാം. കാരണം അത് അവിടുന്ന് ശേഖരിക്കാറുണ്ട്. അത് കാരണം സ്വാഭാവികമായിട്ടും ഈ റോക്കറ്റുകൾ കൂടുതൽ ദൂരത്തേക്ക് സഞ്ചരിക്കാൻ പറ്റും. കാരണം ഒറ്റ വൺ വേ മാത്രം സഞ്ചരിച്ചാൽ മതി. ഇതാണ് ഞാൻ പറഞ്ഞത്, ഇത് ഭാവിയുടെ റോക്കറ്റ് എഞ്ചിൻ ആണെന്നുള്ളത്. ഇത് ഇപ്പോൾ നമ്മൾ 2-3 തരം എഞ്ചിനുകൾ വികസിപ്പിക്കാനുള്ള വലിയ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ISROയും ഇതേ മെത്തലോക്സ് എഞ്ചിൻ വികസിപ്പിക്കാനുള്ള ശ്രമം ISRO നടത്തുന്നുണ്ട്. അതിന്റെ പരീക്ഷണങ്ങളൊക്കെ വളരെയധികം പുരോഗമിച്ചു എന്നാണ് അവർ പറഞ്ഞത്. അതിന്റെ ഡീറ്റെയിൽസ് ഒന്നും അവർ പുറത്തു വിട്ടിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ തൽക്കാലം അത് പരാമർശിക്കാത്തത്. ഇവിടെ ഈ എഞ്ചിന്റെ ഒരു ഗുണമെന്നത് ഇതിന്റെ ഈ ഹൈ ത്രസ്റ്റ് ആണ്. ഇപ്പൊ ഞാൻ പറഞ്ഞ ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂവൽ കോമ്പിനേഷനുള്ള ക്രയോജനിക് എഞ്ചിൻ ഉപയോഗിക്കുമ്പോൾ അതിന്റെ ത്രസ്റ്റ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ള SE-20 എന്ന് പറയുന്ന ക്രയോജനിക് എഞ്ചിന്റെ ത്രസ്റ്റ് 223 കിലോ ന്യൂട്ടൺ ആണ്. നമ്മളിപ്പം വേറൊരു കാര്യം നിർമ്മിക്കുന്നുണ്ട്, സെമി ക്രയോജനിക് എഞ്ചിൻ എന്ന് നമ്മൾ പറയുകയും വിദേശത്തൊക്കെ കെറോസിൻ ഫ്യൂവൽ റോക്കറ്റ് എഞ്ചിൻ എന്ന് വിശേഷിപ്പിക്കുകയും ചെയ്യുന്ന എഞ്ചിൻ, അതും ഈ മെത്തലോക്സ് എഞ്ചിനുമായിട്ട് എങ്ങനെ താരതമ്യപ്പെടുത്താം എന്നുകൂടി നമുക്കൊന്ന് പരിശോധിക്കാം. കാരണം ഇപ്പോ നമ്മൾ നാളുകളായിട്ട് കേൾക്കുന്നത് ഈ ഇന്ത്യ സെമി ക്രയോജനിക് എഞ്ചിൻ ഉൽപ്പാദിപ്പിച്ച് നിർമ്മിച്ചു കഴിഞ്ഞാൽ നമ്മൾ 5 ടണ്ണിന് മുകളിൽ ഭാരമുള്ള ഉപഗ്രഹങ്ങൾ ഭൂസ്ഥിര ഭ്രമണപഥം ആയിട്ടുള്ള, അതായത് ജിയോ സിങ്ക്രോണസ് ഓർബിറ്റിൽ നമുക്ക് എത്തിക്കാൻ പറ്റും എന്നുള്ള വാർത്ത നമ്മൾ പലപ്പോഴും കേൾക്കുന്നുണ്ട്. ISRO സെമി ക്രയോജനിക് എഞ്ചിൻ വികസിപ്പിക്കാനുള്ള വലിയ ശ്രമമാണ്. 2000 കിലോ ന്യൂട്ടൺ ത്രസ്റ്റ് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു വലിയ പവർഫുൾ ആയിട്ടുള്ള ഒരു സെമി ക്രയോജനിക് എഞ്ചിൻ നിർമ്മാണത്തിലാണ് ISRO. അതിന്റെ അവസാന ഘട്ടത്തിലാണ്. ആദ്യ ഘട്ടങ്ങളിലെല്ലാം തന്നെ അതിന്റെ പരീക്ഷണങ്ങൾ വിജയമായിരുന്നു എന്നാണ് വാർത്തകൾ പുറത്തു വന്നിരിക്കുന്നത്. അപ്പോ ഒരു സെമി ക്രയോജനിക് എഞ്ചിനും ഒരു മെത്തലോക്സ് എഞ്ചിനും തമ്മിൽ താരതമ്യപ്പെടുത്തിയാൽ എങ്ങനെയാണ്? അവിടെ പറയുന്നത് ഈ സെമി ക്രയോജനിക് എഞ്ചിൻ എന്ന് പറയുന്ന കെറോസിൻ ഫ്യൂവൽ എഞ്ചിന് അതിന്റെ ഒരു ഗുണം ഇതിനേക്കാൾ കുറച്ചുകൂടി ചെറിയ ഫ്യൂവൽ ടാങ്ക് മതിയാവും. മെത്തലോക്സ് എഞ്ചിൻ ആണെങ്കിൽ ഫ്യൂവൽ ടാങ്ക് വലുതാണ്. കാരണം കെറോസിന്റെ ഡെൻസിറ്റി കൂടുതലാണ്. അത് കാരണം കൂടുതൽ ഉൾക്കൊള്ളും, കൂടുതൽ ക്വാണ്ടിറ്റി ഉൾക്കൊള്ളും. അപ്പോ ഈ കെറോസിൻ ഫ്യൂവൽ എഞ്ചിന് അങ്ങനെ ഒരു ഗുണമുണ്ട്, അതിന്റെ ഫ്യൂവൽ ടാങ്ക് ചെറുതായാൽ. പക്ഷെ അതിന് മറ്റൊരു ദോഷം, അത് പരിസ്ഥിതിക്ക് ദോഷകരമാണ്. കാരണം ആ എഞ്ചിന് വലിയ രീതിയിലുള്ള പുകയും കാർബണും ഉൽപ്പാദിപ്പിക്കുന്ന, നമുക്കറിയാം മണ്ണെണ്ണ കത്തിച്ചാൽ വലിയ കരിമ്പുകയാണ്. ഇത് ഹൈലി പ്യൂരിഫൈഡ് ഏവിയേഷൻ ഗ്രേഡ് കെറോസിൻ ആണെങ്കിൽ പോലും
റോക്കറ്റിൽ ഉപയോഗിക്കുന്ന കെറസിൻ നമ്മുടെ മണ്ണെണ്ണ വിളക്കിൽ ഉപയോഗിക്കുന്ന കെറസിൻ അല്ല. പക്ഷേ എങ്കിൽ കൂടി അത് നല്ല രീതിയിൽ മലിനീകരണം ഉണ്ടാക്കും. സൂട്ട്, അതായത് ഈ പൊടി, കരി അടങ്ങുന്ന, കാർബൺ അടങ്ങുന്ന പുക സൃഷ്ടിക്കും. അത് കാരണം തന്നെ ഈ സെമി ക്രയോജനിക് എഞ്ചിനുകൾ ഇടയ്ക്കിടയ്ക്ക് റീഹോൾ ചെയ്യേണ്ടി വരും. അതായത് അഴിച്ചു പണിഞ്ഞ് അത് വൃത്തിയാക്കേണ്ടി വരും. പക്ഷേ ഈ മീഥേൻ എഞ്ചിൻ അത് കത്തിക്കഴിഞ്ഞാൽ ഒന്നും അവശേഷിക്കുന്നില്ല, വളരെ പ്യുവറാ, അത് മലിനീകരണം ഉണ്ടാക്കുന്നില്ല. അപ്പോൾ കാർബൺ മോണോക്സൈഡ് ഒന്നും തന്നെ ഇത് കത്തിയിട്ടുണ്ടാവുന്നില്ല എന്നുള്ളത് അതൊരു വലിയ നേട്ടമാണ്. പരിസ്ഥിതി മലിനീകരണം പരമാവധി കുറയ്ക്കും ഈ മെത്തലോക്സ് എഞ്ചിൻ എന്നുള്ളതും വലിയൊരു നേട്ടമാണ്. മാത്രമല്ല അത് എഞ്ചിന്റെ പിന്നെ ഒരു ലൈഫ് സൈക്കിള്, ജീവിതചക്രം വർദ്ധിപ്പിക്കുകയും ചെയ്യും. അപ്പൊ ആ അർത്ഥത്തിലൊക്കെ ഒരു സെമി ക്രയോജനിക് എഞ്ചിനേക്കാൾ മികച്ചതാണ്. നമ്മൾ നിർമ്മിക്കാൻ ISRO നിർമ്മിക്കുന്ന സെമി ക്രയോജനിക് എഞ്ചിൻ 2000 കിലോമീറ്ററാണ്. അത്രയും ശക്തിയുള്ള ഒരു മീഥേൻ മെത്തലോക്സ് എഞ്ചിനും നിർമ്മിക്കാം, അത് ബുദ്ധിമുട്ടൊന്നുമില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, സ്പേസ് എക്സിന്റെ ഏറ്റവും ശക്തിയുള്ള റോക്കറ്റിൽ ആണ് ഉപയോഗിക്കുന്നതാണ് റാപ്റ്റർ എഞ്ചിൻ. അപ്പൊ റാപ്റ്റർ എഞ്ചിൻ മെത്തലോക്സ് എഞ്ചിനാണ്. അപ്പൊ മെത്തലോക്സ് എഞ്ചിൻ എന്നത് തീർച്ചയായിട്ടും വലിയ ഭാരം വഹിക്കാൻ ശേഷിയുള്ള എഞ്ചിൻ തന്നെ ആണെന്നുള്ളതിൽ യാതൊരു സംശയമില്ല. വലിയ ത്രസ്റ്റ് ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്ന മെത്തലോക്സ് എഞ്ചിൻ നമുക്ക് നിർമ്മിക്കുന്നതിൽ അതിലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഒരു വലിയ ഒരു നേട്ടം ഇന്ത്യ കൈവരിച്ചിരിക്കുകയാണ്. അത് നമ്മുടെ ഒരു സ്വകാര്യ കമ്പനി, ഒരു സ്റ്റാർട്ടപ്പാണ് അത് പിന്നെ നിർമ്മിച്ചിരിക്കുന്നത് എന്നുള്ളതും അഭിമാനകരമായിട്ടുള്ള ഒരു നേട്ടമാണ്. ഇത് റോക്കറ്റ് എഞ്ചിന്റെ കാര്യത്തിൽ ഫുൾ ഫ്ലോ കമ്പസ്റ്റൻ എഞ്ചിൻ എന്ന കാറ്റഗറി പെടുന്ന ഒരു എഞ്ചിനാണ്. ഫുൾ ഫ്ലോ കമ്പസ്റ്റൻ എഞ്ചിൻ എന്നുള്ളത് ഈ ഫ്യൂവൽ ഗ്യാസ് ആക്കി മാറ്റി, ആ ഗ്യാസിൽ ലിക്വിഡ് മീഥേൻ ആണല്ലോ സൂക്ഷിച്ചിരിക്കുന്നത്, അത് ഗ്യാസ് ആക്കി മാറ്റിയിട്ടാണ് ലിക്വിഡ് ഈ ഓക്സിജനും മീഥേനും ഗ്യാസ് ആക്കി മാറ്റിയിട്ടാണ് കമ്പസ്റ്റൻ ചേംബറിലോട്ട് ഇത് കയറ്റിവിടുന്നത്. ഇതിന്റെ ഒരു ഗുണമായിട്ട് പറയുന്നത്, ഇതിന്റെ ഈ ഫ്യൂവലിന്റെ അവസാനത്തെ തുള്ളി ഊർജവും ചോർത്തിയെടുക്കാൻ പറ്റുന്ന തരം എഞ്ചിനാണ് ഈ ഫുൾ ഫ്ലോ കമ്പസ്റ്റൻ എഞ്ചിൻ എന്ന് പറയുന്നത്. അത്തരം ഒരു കാറ്റഗറിപ്പെട്ട എഞ്ചിനാണ്. അപ്പം ഏറ്റവും അത്യന്താധുനികമായിട്ടുള്ള എഞ്ചിൻ തന്നെയാണ് ഇത്, അക്കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഇതിന്റെ കമ്പസ്റ്റൻ സ്റ്റെബിലിറ്റി ഉറപ്പുവരുത്തുക, അതുപോലെ തന്നെ കൂളിംഗ് ചാനൽസ് കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളത് ഉറപ്പുവരുത്തുക, അതുപോലെ പെർഫോമൻസ് മെട്രിക്സ്, ഈ ഹെവി ലോഡ് വഹിച്ചുകൊണ്ട് പോകുമ്പോഴും അതിന്റെ ഈ പ്രവർത്തനം, അതിന്റെ പാരാമീറ്റേഴ്സ് ഒക്കെ കൃത്യമായിട്ട് പാലിക്കുന്നു എന്ന് ഉറപ്പുവരുത്തുക. ഇങ്ങനെയൊക്കെയുള്ള ടെസ്റ്റുകളാണ് ഈ ഫേസിൽ വരാനിരിക്കുന്ന ഈ ഗ്രൗണ്ട് ഹോട്ട് ഫയർ ടെസ്റ്റിൽ നടത്താൻ പോകുന്നത്. ഗ്രൗണ്ട് ഹോട്ട് ഫയർ ടെസ്റ്റ് നടത്തി കഴിഞ്ഞാൽ അത് റിയൽ ഫ്ലൈറ്റ് ടെസ്റ്റ്, അതായത് ശരിക്കും ഈ ഒരു എഞ്ചിൻ ഘടിപ്പിച്ച ഒരു റോക്കറ്റ് വിക്ഷേപിക്കും. അത് 2 വർഷത്തിനുള്ളിൽ വിക്ഷേപിക്കും എന്നാണ്. 2028 തുടക്കത്തിലോ പകുതിയോടെയോ ഈ വിക്ഷേപണം നടക്കും എന്ന കാര്യത്തിൽ ഒരു വ്യത്യാസവുമില്ലെന്നാണ് കമ്പനി പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു ഡെഡ് ലൈൻ അവർക്ക് കീപ്പ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഇന്ത്യ ബഹിരാകാശ രംഗത്ത് ഒരു കുതിച്ചുചാട്ടമാകും. കാരണം അപ്പോഴേക്കും ISROയുടെ സെമി ക്രയോജനിക് എഞ്ചിൻ എന്ന് നമ്മൾ വിളിക്കുന്ന കെറോസിൻ ഫ്യൂവൽ റോക്കറ്റ് എഞ്ചിൻ അപ്പോഴേക്കും പരീക്ഷണം തയ്യാറായിരിക്കും. ഒരുപക്ഷെ അതിന് മുമ്പേ തന്നെ ഈ സെമി ക്രയോജനിക് എഞ്ചിൻ ഘടിപ്പിച്ച ഒരു റോക്കറ്റ് നമ്മൾ പരീക്ഷണാർത്ഥം വിക്ഷേപിക്കും. അപ്പോൾ ഈ 2 എഞ്ചിനും ഇന്ത്യയിൽ നിർമ്മിച്ചു കഴിഞ്ഞാൽ, അതായത് പിന്നെ സെമി ക്രയോജനിക്കും മെത്തലോക്സ് എഞ്ചിനും രണ്ടും നമ്മൾ നിർമ്മിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ഭാരമേറിയ ഉപഗ്രഹങ്ങൾ പോലും ഭ്രമണ പഥത്തിൽ എത്തിക്കാനുള്ള ശേഷി ഇന്ത്യക്ക് കൈവരും. അതായത് 5 ടണ്ണിന് മേളിൽ ഭാരമുള്ള കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ്, അല്ലെങ്കിൽ ഈ അതുപോലെ തന്നെ സ്ട്രാറ്റജിക് സർവൈലൻസ് സാറ്റലൈറ്റുകൾ, ഇത്തരം സാറ്റലൈറ്റ് ഒക്കെ ഇന്ത്യക്ക് തന്നെ വിക്ഷേപിക്കുവാനുള്ള ഒരു കാപ്പബിലിറ്റി വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇന്ത്യ ബഹിരാകാശ രംഗത്ത് 100% സ്വയം പര്യാപ്തത എന്ന നിലയിലേക്ക് നമ്മൾ എത്തും. ഇത് വലിയൊരു നേട്ടമാണ്, തീർച്ചയായിട്ടും ആഘോഷിക്കപ്പെടേണ്ട നേട്ടം പോലെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇത് റഷ്യക്കില്ല, മെത്തലോക്സ് എഞ്ചിൻ റഷ്യക്കില്ല, യൂറോപ്യൻ യൂണിയനില്ല, പിന്നെ അത് സെമി ക്രയോജനിക് എഞ്ചിൻ വരെ ജപ്പാനുണ്ട്, അവർക്കുമില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും ഇത്തരം ഒരു എഞ്ചിന്റെ
പൂർണ്ണമായിട്ട് നമ്മൾ വികസിപ്പിച്ച് കഴിഞ്ഞിട്ടൊന്നുമില്ല. പക്ഷേ എങ്കിൽ കൂടി അതിന്റെ പ്രാഥമിക തലത്തിലുള്ള പരീക്ഷണങ്ങളെല്ലാം വിജയകരമായിട്ട് പൂർത്തിയാക്കി ഗ്രൗണ്ട് ഹോട്ട് ഫയർ ടെസ്റ്റിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ലോകത്തിലെ പ്രമുഖ രാജ്യങ്ങളോടൊപ്പം കഴിക്കുന്നു എന്നുള്ള ഒരു സൂചനയാണ്. പലപ്പോഴും നമ്മൾ സാധാരണ ഒരു ക്രയോജനിക് എഞ്ചിനൊക്കെ അമേരിക്കയൊക്കെ ക്രയോജനിക് എഞ്ചിൻ 1960-കളിൽ നിർമ്മിച്ച് നമ്മൾ 2010-ലൊക്കെയാണ് അമേരിക്ക റഷ്യയും ക്രയോജനിക് എഞ്ചിൻ അന്നേ നിർമ്മിച്ചു. അപ്പൊ നമ്മൾ ആലോചിക്കേണ്ടത് പണ്ട് അരനൂറ്റാണ്ടൊക്കെ പുറകിലായിരുന്നു ഇന്ത്യ പല കാര്യത്തിലും. ആ അരനൂറ്റാണ്ട് പുറകിലായിരുന്ന ഇന്ത്യ ഇപ്പോ പല രാജ്യങ്ങളോടും തോൾ ചേർന്നിട്ടാണ് നടക്കുന്നത്. ഇതാണ് ഈ ഒരു എഞ്ചിൻ, മെത്തലോക്സ് എഞ്ചിൻ നിർമ്മാണത്തിന്റെ ഒരു പ്രസക്തി. ആ പ്രസക്തി എന്തായാലും വരും ദിവസങ്ങളിൽ ഇതിന്റെ പരീക്ഷണങ്ങൾ പൂർണ്ണ വിജയത്തിലേക്ക് എത്തുമെന്നും അതുപോലെ 2028 എന്ന ഡെഡ്ലൈൻ ലംഘിക്കപ്പെടാതെ ഫുൾ ഫ്ലൈറ്റ് ടെസ്റ്റ് 2028 തുടക്കത്തിൽ തന്നെ നടത്താൻ സാധിക്കും എന്നും പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് തൽക്കാലം ഈ ചർച്ച അവസാനിപ്പിക്കാം. കൂടുതൽ വിശകലനങ്ങളും വിവരങ്ങളുമായിട്ട് വീണ്ടും വരും ദിവസങ്ങളിൽ പ്രേക്ഷകരുടെ മുന്നിലെത്താം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. നമസ്കാരം.